വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെ കുക്ക് ചെയ്ത് നോക്കാം. അതൊരു സൺഡേ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. ഒരു 2 വീക്സ് മുന്നത്തെ ഒരു സൺഡേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുറച്ചധികം ഉണ്ട്. ചിക്കൻ കറി, നെയ്ച്ചോറ്, ബീഫ്, തേങ്ങാച്ചോറ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഗസ്റ്റും ഉണ്ട് കേട്ടോ. നമ്മളൊരു സിമ്പിൾ മെത്തേഡിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കലുണ്ടാവും. അപ്പോൾ ഉള്ളി വഴറ്റി അതിലേക്ക് തക്കാളി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അറിയാലോ, ഈ മെത്തേഡ് എല്ലാവരും യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. അതിലേക്ക് മസാല തേച്ച് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കറിൽ തേങ്ങാച്ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് അടച്ചു വെച്ച് കുറച്ച് ടൈം വേവിക്കാം. അങ്ങനെ നമ്മൾ വേപ്പിലിടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് കുറച്ചധികം തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തേങ്ങാച്ചോറ് നെയ്ച്ചോറ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ലോണം കറി വേണം. അപ്പോൾ നമ്മൾ വെള്ളം എത്ര ഒഴിക്കാൻ പറ്റുമോ കറിൻ്റെ ടേസ്റ്റ് കളയാത്ത രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. തേങ്ങാച്ചോറ് ഇതവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തേങ്ങാച്ചോറ് ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചിക്കൻ കറി ഒരു ഭാഗത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ബീഫാണ് ഉണ്ടാക്കാൻ പോണത്. ബീഫിൽ നമ്മൾ മസാലയൊക്കെ തേച്ച് കുറച്ച് ഉള്ളിയും കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബീഫ് നമ്മൾ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ഗ്യാസിലൊന്ന് വെച്ച് അതിൽ ഇറങ്ങി വരുന്ന വെള്ളം ഒന്ന് വറ്റിച്ച് എടുത്തിട്ടാണ് നമ്മൾ ബീഫ് കുക്ക് ചെയ്തെടുക്കുന്നത്. ബീഫ് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നൊരു ബീഫായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുക്കർ ചൂടാക്കി നെയ്ച്ചോറ് ഉണ്ടാക്കണം. അതിലേക്ക് ഗീ ആഡ് ചെയ്ത് പിന്നെ സ്പൈസസും കുറച്ച് സവാളയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും നമ്മൾ കഴുകി വെച്ച റൈസും കൂടി ഇട്ട് 1 വിസിൽ അടിക്കുക. അപ്പോൾ നമ്മളെ നെയ്ച്ചോറും അങ്ങോട്ട് റെഡിയാവും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാതും റെഡിയായി. ഇനി ബീഫിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. അതും ഏകദേശം കഴിഞ്ഞു. പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഉള്ളി വഴറ്റി നമ്മൾ പെരുജീരകത്തിൻ്റെ പൗഡറും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിൽ തന്നെ ഉള്ളു, പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കറക്റ്റ് സമയമായപ്പോഴത്തേക്കും നമ്മളെ ഫുഡൊക്കെ റെഡിയായി. നമ്മൾ ടേബിൾമ ഒക്കെ സെറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ടേബിൾമ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ.